എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം നാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനാവും. ഷാഫി പറമ്പിൽ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത എന്നിവർ മുഖ്യാതിഥികളാകും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M പീയൂഷ, NHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PK അനിൽ മുഖർ എന്നിവർ പങ്കെടുക്കും. ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ CP ബിജോയ് റിപ്പോർട്ട് അവതരണം നടത്തും. ജനപ്രതിനിധികൾ, വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, വൈസ് പ്രസിഡന്റ് P വിജു, പഞ്ചായത്ത് അംഗങ്ങളായ BK നിമിഷ, CK ഷക്കീൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകല എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ നവകേരള വികസന പദ്ധതിക്ക് ചുവടുപിടിച്ചുകൊണ്ട് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് പല പദ്ധതികളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു 5 വർഷക്കാലം അതിൽ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ച എന്ന രീതിയിൽ അവർ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളാണ് നമുക്ക് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എല്ലാ വാർഡുകളിലെയും ജനങ്ങൾക്ക് 16 വാർഡുകളാണുള്ളത്. ആ 16 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തി വന്നിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ജനങ്ങളുടെ ഒരു സുവർണ സ്വപ്നം ഓരോ ഘട്ടങ്ങളായിട്ട് സാക്ഷാത്കരിച്ചു വരികയാണ്. അവസാന ഘട്ടത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് 30,000 ജനങ്ങളാണ് എരഞ്ഞോളിയിൽ താമസിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു പുതിയ കെട്ടിടം നാളെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1,75,00,00,000 രൂപയാണ് ഗ്രാമപഞ്ചായത്ത് അതേപോലെ വികസന ഫണ്ട് 16 ലക്ഷം രൂപയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ ലാബോറട്ടറി സംവിധാനത്തോടു കൂടിയുള്ള ഒരു പ്രാഥമിക കേന്ദ്രം നാളെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നാളെ 12:45 ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി നിർവഹിക്കുകയാണ്. നമ്മുടെ ആ സദസ്സിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രവർത്തനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പിണറായി കൊളശ്ശേരിയുള്ള പ്രാഥമിക കേന്ദ്രങ്ങളിലാണ് പോയി അവരുടെ പ്രാഥമികാരോഗ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഒരുപാട് ജനങ്ങൾ പലവിധങ്ങളായ ആസ്പത്രി തേടി പോവുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രാഥമിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ലാബോറട്ടറി സംവിധാനം വരുന്നതുകൂടി ജനങ്ങളുടെ എല്ലാ ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്.